Hello, dear students. Today we are going to discuss another topic from the welfare economics, that is the Rawls theory of justice. And before going into the detail of the theory of justice that put forwarded by John Rawls, let me briefly introduce to the topic. John Rawls, that he has put forward his theory of justice in his important work on a theory of social justice. In this work, he has proposed a criteria of social justice, that involves a high degree of equality in the distribution of income. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വെൽഫെയർ എക്കണോമിക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ജോൺ റോൾസിന്റെ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ജോൺ റോൾസ് അയാളുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് എ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു വർക്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് ക്രൈറ്റീരിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ വളരെ കൂടുതലായിട്ടുള്ള ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, വളരെ ഉയർന്ന ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ് ക്രൈറ്റീരിയയാണ് അദ്ദേഹത്തിന്റെ എ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു വർക്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ബേസിക് കൺസെപ്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒറിജിനൽ പൊസിഷൻ, ഈ ഒറിജിനൽ പൊസിഷന്റെ അടിസ്ഥാനത്തിലുള്ള തന്നെ വീൽ ഓഫ് ഇഗ്നറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അത് പിന്നെ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തിയറിയാണ് ഈ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ റോൾസിന്റെ ഈ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് എ സൊസൈറ്റി ഇൻ വിച്ച് ഇനീഷ്യലി നോ ഇൻഡിവിജ്വൽ ഈസ് ഡെഫിനിറ്റ് അബൌട്ട് ഹിസ് ഫൈനൽ യൂട്ടിലിറ്റി പൊസിഷൻ. ഈ ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ ഒരു ഫൈനൽ യൂട്ടിലിറ്റി പൊസിഷൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യത ഇല്ലാത്ത ഒരു കാര്യം. അത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ, അതിനെയാണ് ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോ ഇൻഡിവിജ്വൽ ഈസ് ഡെഫിനിറ്റ് അബൌട്ട് ഹിസ് ഫൈനൽ യൂട്ടിലിറ്റി പൊസിഷൻ. അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ സാഹചര്യം, അതിനെയാണ് ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ലെറ്റ് us suppose that everyone in society is choosing the rules for how things will be divided, but there is a twist, like no one knows what their place in the society will be beforehand, like whether they are rich or poor or talented or disabled or whatsoever. So the Rawls calls this initial position as the original position, and the ignorance about the original position, what he termed as the wheel of ignorance. അപ്പോൾ ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഒക്കെ ഉള്ള ഒരു സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിക്ക് അറിയില്ല എന്താണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ആ കാര്യങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷെ അല്ലെങ്കിൽ നേരത്തെ അറിയില്ല അവര് റിച്ച് ആവോ, പുവർ ആണോ, അല്ലെങ്കിൽ ടാലന്റഡ് ആണോ, ഡിസേബിൾഡ് ആണോ, ഇങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇനീഷ്യൽ സിറ്റുവേഷൻ. എങ്ങനെയാണ് കാര്യങ്ങള്, റൂൾസ് എങ്ങനെയാണ് കാര്യങ്ങളുടെ റൂൾസുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ റിച്ച്, പുവർ, ടാലന്റഡ്, ഡിസേബിൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തുടക്കത്തിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല, ഒരു ധാരണ ഇല്ല. അങ്ങനെയുള്ള നേരത്തെ ഉള്ള ഒരു ധാരണയില്ലായ്മ, അതിനെയാണ് വീൽ ഓഫ് ഇഗ്നറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് ഒറിജിനൽ പൊസിഷൻ എന്ന് റോൾസ് പറയുന്നത്. So the basic issue here is that, according to Rawls, given everybody behaving in a state of uncertainty, is what type of welfare criteria should be adopted by the society.
ഇങ്ങനെയുള്ള ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു വെൽഫെയർ അല്ലെ, ആ ഒരു ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, ഒരു അൺസർട്ടൈൻ സാഹചര്യമാണ്. അപ്പൊ എങ്ങനെയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അൺസർട്ടൈനിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു വെൽഫെയർ ക്രൈറ്റീരിയയാണ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. കാരണം ആർക്കും അറിയില്ല എവിടെയാണ് അവർ ലാൻഡ് ചെയ്യുക അല്ലെ. അപ്പൊ റോൾസ് പറയുന്നത് സൊസൈറ്റി ആളുകള് ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആളുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ അവരുടെ ഒരു ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനിൽ എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ഫെയർനെസ്, അതിനെയാണ് ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്ന് റോൾസ് വിളിക്കുന്നത്. അപ്പോൾ റോൾസിന്റെ ഐഡിയ ഓഫ് ജസ്റ്റിസ് നമുക്ക് ഇനി ഇങ്ങനെ പറയാം: അസ്യൂമിങ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ദി സൊസൈറ്റി ഹാവ് റിസ്ക് അവേർഷൻ, റോൾസ് അസേർട്ട് ദാറ്റ് such a welfare criteria would be chosen by the society, that the departure from perfect equality would be made only when, given the unequal distribution of utility, the worst of individual is actually better off than under the state of equality. അപ്പോൾ ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെന്റൻസിലൂടെ നമുക്കത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. സപ്പോസ് ദാറ്റ് ഒരു സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസ് അല്ലെ ഹവ് റിസ്ക് അവേർഷൻ, ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനിൽ അല്ലെ ഇൻഡിവിജ്വൽ സ്വാഭാവികമായിട്ടും റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിസ്ക് അവേർഷൻ എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ ആളുകള് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റോൾസ് പ്രസ്താവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു വെൽഫെയർ ക്രൈറ്റീരിയ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വെൽഫെയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഈക്വാലിറ്റിയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് എത്താം എന്നുള്ളതാണ്. അത് ഡിസ്ട്രിബ്യൂഷൻ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലൊക്കെ ഇൻഈക്വാലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റിയുടെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അത് ചിലപ്പോൾ ഒരു പക്ഷേ കാരണമായേക്കാം. അപ്പോൾ പക്ഷെ അത് ഒരു ഫെയർ ആണ്. കാരണം ആ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ കൂടി അവിടെ വേഴ്സ് ഓഫ് ആയിട്ടുള്ള ആളുകളുടെ യൂട്ടിലിറ്റിയാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്നുള്ള ഒരു മൂവ്മെന്റ് ഒരു ഫെയർനെസ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്നാണ് റോൾസ് പറയുന്നത്. നമ്മൾ നേരത്തെ ആ ഒറിജിനൽ പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ ദി സ്റ്റേറ്റ് ഓഫ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റുമായിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് അത് ഫെയർ ആണ് എല്ലാവർക്കും. കാരണം അവിടെ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ കൂടി അത് ഫെയർ ആണെന്നാണ് റോൾസ് പറയുന്നത്. കാരണം ആ ഒരു മൂവ്മെന്റ് സൊസൈറ്റിയിലുള്ള വേഴ്സ് ഓഫ് ആയിട്ടുള്ള ആളുകളുടെ യൂട്ടിലിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇനീക്വാലിറ്റി അത് ഫെയർ ആണെന്നാണ് റോൾസ് അസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ the social welfare function of roles can be expressed as W is equal to W of U1, U2, U3 up to UN. ഇവിടെ U1, U2, U3 എന്ന് പറയുന്നത് മിനിമം വാല്യൂസ് ഓഫ് ദി യൂട്ടിലിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോൾസിന്റെ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റോൾസിന്റെ ഐഡിയ ഓഫ് ജസ്റ്റിസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഞാൻ അതിൽ ഓൾറെഡി ഒരു ഇൻസൈറ്റ് തന്നു. അത് ഡിഫറൻസ് പ്രിൻസിപ്പിൾ ആണ്. റോൾസിന്റെ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ അല്ലെങ്കിൽ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് ഡിഫറൻസ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ദ കീ കൺസെപ്റ്റ് ഇൻ റോൾസിയൻ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ is what he termed as the difference principle. According to Rawls, inequality in the society is justified only to the extent that the benefit of least advantaged individuals in the society. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം
അതിൻ്റെ ഒരു എസെൻസ് വരുന്നത് ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ ആണ്. കാരണം ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഉള്ള ഒരു മൂവ്മെന്റ് അത് ഒരു സൊസൈറ്റിയിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇനീക്വാലിറ്റി ആ ഒരു സൊസൈറ്റിയിലുള്ള ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ഇൻഡിവിജ്വൽസിനാണ് അത് ബെനിഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു ജസ്റ്റിസ് ആണെന്നാണ് റോൾസ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ചേഞ്ചും ജസ്റ്റിസ് ആണ്. അതാണ് റോൾസിന്റെ സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൊസൈറ്റിയിലുള്ള ഇനീക്വാലിറ്റി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം until and unless if it is beneficial for the society's worth of individuals. സൊസൈറ്റിയിലുള്ള വേഴ്സ് ഓഫ് ആയിട്ടുള്ള ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെങ്കിൽ മാത്രം നമുക്ക് ഇനീക്വാലിറ്റി ജസ്റ്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനെയാണ് ഒറിജിനൽ പൊസിഷനിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഒരു ചേഞ്ചിനെയാണ് ദി റോൾസ് പറയുന്നത് ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, so under Rawls welfare criteria, the social choice is optimum when the welfare of the worst of individual, that is the individual with the minimum utility, increases. അപ്പോൾ റോൾസിന്റെ വെൽഫെയർ ക്രൈറ്റീരിയ പ്രകാരം സോഷ്യൽ ചോയ്സ് ഒപ്റ്റിമം ആകുന്നത് സൊസൈറ്റിയിലുള്ള വേഴ്സ്റ്റ് ഓഫ് ആയിട്ടുള്ള വ്യക്തികളുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം. മിനിമം ഇൻഡിവിജ്വൽ വിത്ത് മിനിമം യൂട്ടിലിറ്റി, അതാണ് വേഴ്സ് ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ. വളരെ കുറഞ്ഞ യൂട്ടിലിറ്റി മാത്രം കിട്ടുന്നവര്, വളരെ കുറഞ്ഞ ഇൻകം മാത്രമേ ഉള്ളവര്, അവരുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് സോഷ്യൽ ചോയ്സ് ഒപ്റ്റിമം ആവുള്ളൂ എന്നാണ് റോൾസിന്റെ ഡിഫറൻസ് പ്രിൻസിപ്പിളില് പറയുന്നത്. ഇനി റോൾസിന്റെ ഡിഫറൻസ് പ്രിൻസിപ്പിൾ നമുക്ക് ഇനി ഈ ഒരു ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷനിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ ലെറ്റ് us suppose that there are two individual A and B. Income of the individual A is measured along the horizontal scale and that of individual B is measured along the vertical scale. രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട്. ഈ ഇൻഡിവിജ്വലിന്റെ ഇൻകം നമ്മൾ രണ്ട് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സൈഡ്സിൽ നമ്മൾ മെഷർ ചെയ്യാണ്. ഇവിടെ ഒരു 45 ഡിഗ്രി ലൈൻസ് ഉണ്ട്. നമ്മൾ ഒറിജിനിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുള്ള ഒരു 45 ഡിഗ്രി ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 45 ഡിഗ്രി ലൈനിലുള്ള എല്ലാ പോയിന്റും കാണിക്കുന്നത് ഇൻകത്തിലുള്ള ഒരു ഇക്വാലിറ്റിയാണ്. ഈ ഒരു പോയിന്റിലാണ് വരുന്നതെങ്കിൽ ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള ഇൻകം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇംപ്ലിക്കേഷൻ ആണ് ഈ 45 ഡിഗ്രി ലൈൻസിലൂടെ നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഷെയ്ഡഡ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ഹിയർ എ ഷെയ്ഡഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് I0, I1 വിച്ച് ഡിനോട്ട്സ് ദി സോഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏരിയ. ഓക്കെ, ഇത് കാണിക്കുന്നത്, ഈ ഷെയ്ഡഡ് ഏരിയ കാണിക്കുന്നത് സോഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏരിയ ആണ്. അതേപോലെ ഇവിടെ രണ്ട് ഐസോകോണ്ട് ഉണ്ട്. അതിനെ റോൾസിയൻ ഐസോകോൺസ് ഓഫ് റോൾസിയൻ ജസ്റ്റിസ് എന്നാണ് അതിനെ പറയുന്നത്. അത് W1, W2 എന്ന് പറയുന്ന രണ്ട് റോൾസിന്റെ ജസ്റ്റിസ് കാണിക്കുന്ന രണ്ട് ഐസോകോണ്ടുകളാണ്. These are the right angled with the corners on the 45 degree lines. ഇത് റൈറ്റ് ആംഗിൾഡ് ഷേപ്പിലുള്ള രണ്ട് ഐസോകോണ്ടുകളാണ്. 45 ഡിഗ്രി ലൈനിൽ കോർണർ വരുന്ന രണ്ട് ഐസോകോണ്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, W1, W2. And also you will see that given the social opportunity frontier, that is I0, I1, that is social opportunity area that is already given, the best attainable point is on the 45 degree lines is S. ഈ തന്നിട്ടുള്ള സോഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏരിയ വെച്ചിട്ട് നമുക്കറിയാം, അത് തന്നിട്ടുണ്ടാകും I0, I1. ഈ ഒരു ഏരിയ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അറ്റൈനബിൾ പോയിന്റ് എന്ന് പറയുന്നത് ഈ 45 ഡിഗ്രി ലൈനിലുള്ള S എന്ന പോയിന്റിലാണ്. റൈറ്റ്, ഈ ഒരു ഒപ്റ്റിമം പൊസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണ്. അപ്പോൾ ബെസ്റ്റ് അറ്റൈനബിൾ പോയിന്റ് എന്ന് പറയുന്നത് ഈ 45 ഡിഗ്രി ലൈനിലെ S എന്ന പോയിന്റ് തന്നെയാണ്. Now, if there is a movement from S towards R along the curve I0, I1, some degree of inequality in income exists, because this kind of movement will leads to increase in the income of individual B more than that of the increase in the income of A. അപ്പോൾ ഈ S എന്ന പോയിന്റിൽ നിന്നും ഫോർ എക്സാമ്പിൾ R എന്ന ഒരു പോയിന്റിലേക്ക് ഉള്ള മൂവ്മെന്റ്, അതായത് ഈ I0, I1 എന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏരിയയിലൂടെയുള്ള മൂവ്മെന്റ് കാണിക്കുന്നത് ഇവിടെ ഒരു ഇൻകം ഇനീക്വാലിറ്റി
നിലനിൽക്കാൻ അത് കാരണമാകുന്നുണ്ട്. ലെറ്റ് us suppose that yes എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ പൊസിഷൻ ആണ്, വീൽ ഓഫ് ഇഗ്നറൻസ് ഒക്കെ ഉള്ള ഒരു ഒറിജിനൽ പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. Due to some changes, the society is moving from point S to R. അപ്പോൾ ഇത് റോൾസിയൻ തിയറി പ്രകാരം ഈ സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇനി പറയുന്ന ഇംപ്ലിക്കേഷൻസിലൂടെ നമുക്കത് മനസ്സിലാകാൻ പറ്റും. കാരണം ഈ എസ് എന്ന പോയിന്റിൽ നിന്നും ആർ എന്ന പോയിന്റിലുള്ള മൂവ്മെന്റ് കാണിക്കുന്നത് ഇൻഡിവിജ്വൽ ബിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ എയുടെ ഇൻകം ഇൻക്രീസ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ബിയുടെ ഇൻകം ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ അറ്റ് പോയിന്റ് ആർ, although from the perspective of income distribution, individual A is worse off, yet the level of welfare is higher for both the individual at this point, because R lies upon the higher isopon W2. ഈ എസിൽ നിന്നും ആർ എന്ന പോയിന്റിലേക്കുള്ള ഒരു മൂവ്മെന്റ് കാണിക്കുന്നത് ഒരു വെൽഫെയർ ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. കാരണം ഇവിടെ എ എന്ന ഇൻഡിവിജ്വല് വേഴ്സ് ഓഫ് ആകുന്നുണ്ടെങ്കിൽ കൂടി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പുതിയ പോയിന്റ് ആർ എന്ന പോയിന്റ് ഒരു ഹയർ വെൽഫെയർ പൊസിഷൻ തന്നെയാണ്. കാരണം ഈ ആർ എന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം W2 എന്ന് പറയുന്ന ഐസോകോണ്ടിലാണ് വരുന്നത്. Thus, at point R, individual A, who was worse off due to income inequality, attains a higher level of welfare എന്നുള്ളതാണ്. ഈ ആർ എന്ന പോയിന്റിൽ ഇൻഡിവിജ്വൽ എ വേഴ്സ് ഓഫ് ആണെങ്കിൽ കൂടി W2 എന്ന ഐസോകോണ്ടിൽ വരുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽ എ അല്ലെ ഇൻകം ഇനീക്വാലിറ്റി എന്നുള്ള കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വേഴ്സ് ഓഫ് ആണെങ്കിൽ കൂടി ഇവിടെ ഒരു ഹയർ വെൽഫെയർ തന്നെയാണ് ഇൻഡിവിജ്വൽ എയെ സംബന്ധിച്ചിടത്തോളം. Hence, the point R, according to Rawls, denotes the socially optimal position, and some degree of income inequality may be compatible with the social justice. അപ്പോൾ ഈ ഒരു എസ് എന്ന പോയിന്റിൽ നിന്നും ആർ എന്ന പോയിന്റിലുള്ള മൂവ്മെന്റ് കാണിക്കുന്നത് റോൾസിന്റെ അഭിപ്രായത്തില് സോഷ്യലി ഒപ്റ്റിമം പൊസിഷനാണ്. കാരണം ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ കൂടി സോഷ്യൽ ജസ്റ്റിസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ആർ എന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റോൾസിന്റെ ദ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ചില ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ പൊസിഷൻ ആണ്. ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും, സൊസൈറ്റിയിലുള്ള ഓരോ ആളുകൾക്കും ഒരു ഫൈനൽ യൂട്ടിലിറ്റി പൊസിഷനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകില്ല. അതായത് വെൽത്ത്, ഇൻകം, റിച്ച്, പുവർ, ഒരാളുടെ മെറിറ്റ്, ഡിമെറിറ്റ്സ്, ഇങ്ങനെയുള്ള ഒരു ഫൈനൽ ഔട്ട്കത്തെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വീൽ ഓഫ് ഇഗ്നറൻസ് എന്നാണ് പറയുന്നത്. ഒറിജിനൽ പൊസിഷനിലുള്ള ഒരു വീൽ ഓഫ് ഇഗ്നറൻസ് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ ഈ വീൽ ഓഫ് ഇഗ്നറൻസിൽ നിന്ന് ഉള്ള ഒരു മൂവ്മെന്റ് സോഷ്യൽ ഒപ്റ്റിം ആകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെയുള്ള മൂവ്മെന്റ് ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി അത് വേസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയർ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒരു ജസ്റ്റിസ് എന്നൊരു കാഴ്ചപ്പാടിൽ അത് ഫെയർ ആണെന്നാണ് റോൾസ് പറയുന്നത്. ഓക്കെ, ഇതാണ് റോൾസിന്റെ സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ദ തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.